ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാജ്യത്തിലെ തന്നെ ഒരേ ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബും ആഗോള ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബുമായ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ ട്രാൻസ്ഷിപ്മെൻറ്റ് സീപോർട്ട് തിരുവനന്തപുരമാണ്. ഇപ്പോൾ നമ്മുടെ മുന്നിലൂടെ കണ്ടെയ്നറുകളുമായിട്ട് പോകുന്ന ട്രെയിലർ ലോറികളെ നമുക്ക് തൊട്ടുമുന്നേ കാണാൻ സാധിച്ചു. ഈ ട്രെയിലർ ലോറികൾ കണ്ടെയ്നർ ഉൾപ്പെടെ പോകുന്നത് നമ്മുടെ ഗേറ്റ് വേ കാർഗോ ഓപ്പൺ ആയാൽ ഉടൻ തന്നെ പോർട്ടിനകത്തോട്ട് പ്രവേശിക്കുന്നതും പോർട്ടിന് പുറത്തേക്ക് പോകുന്നതുമായിട്ടുള്ള കണ്ടെയ്നറുടെ പാസിനാവശ്യമായിട്ടുള്ള സ്കാനിങ് പോലുള്ള ജോലികളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ട്രയൽ റണ്ണാണ് ഇപ്പോൾ നമ്മൾ കാണാൻ സാധിക്കുന്നത്. അതായത് ഉടൻ തന്നെ ഗേറ്റ് വേ കാർഗോ ഓപ്പൺ ആക്കും എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാനായി സാധിക്കുന്നത്. നമുക്ക് ഈ എൻട്രൻസ് വഴിയാണ് ട്രയൽ ലോറികൾ പോർട്ടിനകത്തേക്ക് പ്രവേശിക്കുന്നതും പുറത്തേക്ക് പോകുന്നതും അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. അതിൻ്റെ ട്രയൽ റണ്ണുകളാണ് ഇപ്പോൾ നടക്കുന്നത്. ട്രയൽ റൺ നടക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഗേറ്റ് വേ കാർഗോ ഉടൻ തന്നെ ഓപ്പൺ ആകും. അതിനാവശ്യമായിട്ടുള്ള, അതായത് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന, നമ്മളിപ്പോൾ വിഴിഞ്ഞം പോർട്ടിൻ്റെ ഉള്ളിലാണുള്ളത്. പോർട്ടിൽ നിന്നും 1700 മീറ്റർ ലിങ്ക് ചെയ്യുന്ന, അതായത് NH ലിങ്ക് ചെയ്യുന്ന ലിങ്ക് റോഡിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ നമ്മൾ കുറച്ച് ദിവസം മുന്നെയാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നത്. തീർച്ചയായിട്ടും നമ്മൾ പോർട്ടിൽ വന്നതിന് ശേഷമാണ് കറണ്ട് അപ്ഡേറ്റാണ് ചെയ്യുന്നത്. നമുക്ക് കുറച്ച് ദിവസം പോർട്ടിൽ വരാനായി സാധിച്ചില്ല. അതുകൊണ്ടാണ് നമ്മൾ അപ്ഡേഷൻ ഉണ്ടായത്. തീർച്ചയായിട്ടും ഇനി മുതൽ എല്ലാ വീഡിയോയും ആദ്യം തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഇപ്പോൾ നമ്മളുടെ മുന്നിലൂടെ കാണുന്ന ഈ റോഡ്, അതായത് പോർട്ടിൻ്റെ മെയിൻ ഗേറ്റിൽ നിന്നും മെയിൻ റോഡ് വരെയാണ്. ഇപ്പോൾ മെയിൻ ഗേറ്റും മെയിൻ റോഡും നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇപ്പോൾ കാണാൻ സാധിക്കും. മെയിൻ ഗേറ്റിൽ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ നമുക്ക് കസ്റ്റംസ് ഓഫീസ് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഈ ബിൽഡിങ്ങിൻ്റെ വർക്ക് നടക്കുന്ന സമയത്ത് തന്നെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. കാണാത്തവർ പ്രീവിയസ് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ തീർച്ചയായിട്ടും മനസ്സിലാക്കാനായി സാധിക്കും. ഈ റോഡിലൂടെയാണ് നമുക്ക് NH66 അല്ലെങ്കിൽ 1700 മീറ്റർ കണക്ട് ചെയ്യുന്ന ലിങ്ക് റോഡിലേക്ക് പ്രവേശിക്കാനായി സാധിക്കുക. ഇനി നമുക്ക് മുന്നോട്ട് പോകാം. റോഡിൻ്റെ ഇരുവശങ്ങളിലും മനോഹരമായ ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. മനോഹരത മാത്രമല്ല, അത് കീപ്പ് ചെയ്യുന്നുണ്ട്, മീൻസ് അത് നിലനിർത്തി പോകുന്നുണ്ട്. അത് വലിയൊരു കാര്യം തന്നെയാണ്. അത് നമ്മുടെ പോർട്ടിൻ്റെ മനോഹരതയെ തീർച്ചയായിട്ടും 10 മടങ്ങ് വർദ്ധിക്കും. കാരണം ഇത് ഇൻ്റർനാഷണൽ ട്രാൻസ്ഷിപ്മെൻറ്റ് സീപോർട്ടാണ്. ഇന്ത്യയിലെ തന്നെ, അതുമാത്രമല്ല ആഗോള ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബുമാണ് നമ്മുടെ പോർട്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതാ ഞാൻ മെയിൻ ഗേറ്റിൽ നിന്നും മെയിൻ റോഡിലേക്ക് വരുന്ന മെയിൻ റോഡ് ഇതാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതാ ധാരാളം വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. നമുക്കിവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം. കണ്ടോ, ഇതാണ് നമ്മുടെ ഈ പറയുന്ന പോർട്ടിൻ്റെ മെയിൻ ഗേറ്റ് മുതൽ മെയിൻ റോഡ് വരെയുള്ള റോഡിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു വന്നത്. നമുക്ക് വന്ന റോഡ് ഒന്നുകൂടി നോക്കാം. ഉണ്ടോ, ഈ റോഡാണ്. ദൂരെയായിട്ട് കസ്റ്റംസ് കാണാൻ സാധിക്കും. തൊട്ടടുത്ത് തന്നെ, അതായത് ഈ മെയിൻ ഗേറ്റ് മുതൽ ഈ റോഡ് വരെ ഏകദേശം 500 മീറ്റർ തന്നെയാണ് കാണുന്നത്. കറക്റ്റായിട്ട് 500 മീറ്റർ തന്നെയാണ്. ഇവിടെ ഒരു ഹൈമാസ്റ്റ് ലൈറ്റൊക്കെ ഉണ്ട്. ഇത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് വിഴിഞ്ഞം ഹൈമാസ്റ്റ് ലൈറ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ടോ. വിഴിഞ്ഞം മുക്കോല വഴി നമ്മുടെ പോർട്ടിലൂടെ പൂവാറിലേക്ക് പോകുന്ന മെയിൻ റോഡാണ് നമുക്കിവിടെ കാണാനായി സാധിക്കുന്നത്. അതായത് നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഈ ഭാഗം, ആ ജീപ്പ് വരുന്ന ആ ഭാഗം നമ്മുടെ വിഴിഞ്ഞം മുക്കോല വഴി നമ്മുടെ റോഡിൻ്റെ മുന്നിലൂടെ പൂവാറിലേക്ക് പോകുന്ന റോഡാണ്. നമുക്ക് റോഡ് ക്രോസ് ചെയ്ത് നമുക്ക് അപ്പുറത്തേക്ക് പോകണം. ഫ്യൂച്ചറിൽ എനിക്ക് തോന്നുന്നു ഒരു ഈ പറയുന്ന ഫ്ലൈ ഓവർ തീർച്ചയായിട്ടും ഇവിടെ വരും. കാരണം ധാരാളം കണ്ടെയ്നർ ലോറികൾ കടന്നു പോകേണ്ട സ്ഥലമാണ്. അതിനാൽ തീർച്ചയായിട്ടും ഫ്ലൈ ഓവർ വരും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ സൈൻ ബോർഡിൻ്റെ വർക്കുകളെല്ലാം പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നാഷണൽ ഹൈവേക്ക് 1.2 കിലോമീറ്റർ എന്ന് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1700 മീറ്ററാണ് നമ്മുടെ പോർട്ടിൻ്റെ മെയിൻ ഗേറ്റ് മുതൽ NH66 വരെയാണെങ്കിൽ നമുക്ക് ഈ റോഡ് വരെ ഏകദേശം 500 മീറ്ററാണ്. അത് കഴിഞ്ഞ ശേഷമുള്ള 1200 മീറ്ററാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ റോഡിൻ്റെ വർക്കുകൾ എത്രത്തോളം കംപ്ലീറ്റ് ആയെന്നാണ് നമുക്ക് നോക്കേണ്ടത്. കാരണം ട്രയൽ ലോറിയുടെ ട്രയൽ റൺ അവിടെ ആരംഭിച്ച് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഉടൻ തന്നെ ഗേറ്റ് വേ കാർഗോ ഓപ്പൺ ആവും. നമ്മുടെ റോഡിൻ്റെ ഇരുവശവുമായിട്ട് ധാരാളം ഹെവി വെഹിക്കിൾ ക്രെയിനുകൾ ഉൾപ്പെടെ കാണാൻ സാധിക്കും. കാരണം പോർട്ടിൻ്റെ 2ാം ഘട്ട വർക്കുകൾ വളരെ ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. തീർച്ചയായിട്ടും ഉടൻ തന്നെ പോർട്ടിൻ്റെ 2ാം ഘട്ട വർക്കിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഈ റോഡിൻ്റെ വർക്കുകളെല്ലാം, ഇപ്പോൾ നമ്മൾ മുന്നിൽ കാണുന്ന റോഡിൻ്റെ വർക്കുകളെല്ലാം ഈ ഭാഗത്തെല്ലാം 100% കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. മാസങ്ങൾക്ക് മുന്നേ തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. നമ്മളിത് 40ാമത്തെ 50ാമത്തെ അപ്ഡേഷനാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ധാരാളം ഓരോ വർക്കും ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്തെല്ലാം ലൈനിങ്ങും സൈൻ ബോർഡുകളും ഇൻ്റർലോക്ക് ഉൾപ്പെടെ മനോഹരമായ ചെടികൾ വെച്ച് ഗ്രാസ് ഉൾപ്പെടെ വെച്ച് പിടിപ്പിച്ച് വളരെ മനോഹരമായിരിക്കുന്നു. സേഫ്റ്റിക്ക് വേണ്ടിയുള്ള ഡബിൾ സ്റ്റീൽ ക്രാഷ് ബാർ ഉൾപ്പെടെയുള്ള എല്ലാ വർക്കുകളും ഈ ഭാഗത്ത് പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അത് നേരത്തെ തന്നെ കംപ്ലീറ്റ് ഉണ്ട്. സ്ട്രീറ്റ് ലൈറ്റ് ഉൾപ്പെടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. രാത്രിയിൽ ധാരാളം ലൂമൻസ് ഇൻറ്റൻസിറ്റി ഇതിന് കിട്ടുന്നുണ്ട്. ഞാൻ രാത്രിയും വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ സദാസമയം വർക്ക് ചെയ്യുന്ന ഒരു ക്യാമറ ഉണ്ട്. ഇതാണ് നമ്മുടെ പോർട്ടിൽ നിന്ന് വരുമ്പോൾ ആദ്യ ബ്രിഡ്ജാണ് നമ്മളിവിടെ കാണാൻ സാധിക്കുന്നത്. അതായത്
പോർട്ടിൽ നിന്നും നമ്മൾ NH-66 പോകുന്നതിനിടയ്ക്ക് 2 ബ്രിഡ്ജുകളാണുള്ളത്. ആ ബ്രിഡ്ജ് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. ആദ്യ ബ്രിഡ്ജും ഇതിനോട് ചേർന്നിട്ടുള്ള അമ്പലവും എല്ലാവർക്കും, എൻ്റെ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും അറിയാൻ സാധിക്കും. കാരണം പോർട്ടിൻ്റെ വർക്ക് നടക്കുന്ന സമയത്തെല്ലാം നമ്മൾ ഈ അമ്പലത്തിൻ്റെ സൈഡിൽ നിന്ന് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ റോഡ്. ഈ വർക്കുകളെല്ലാം ഇവിടെ പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാതെ വളരെ ഫാസ്റ്റായിട്ട് പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ റോഡിൻ്റെ സെൻട്രലായിട്ട് വളരെ മനോഹരമായ ഗ്രാസ് ചെടികളും അതിനോട് ചേർന്നിട്ടുള്ള മനോഹരമായ ചെടികളും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മുടെ റോഡിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നുണ്ട്. എന്നാലും നമ്മുടെ കേരളമായതിനാൽ, അല്ലെങ്കിൽ ഈ ഭാഗത്തെല്ലാം വയലും ചെളിയുമായതിനാൽ വളരെ കൂടുതൽ പച്ചപ്പുകൾ ധാരാളമായുണ്ട്. കേരളത്തിൻ്റെ എല്ലാ ഭംഗിയോടുകൂടിയുള്ള റോഡ് തന്നെ നമുക്ക് തീർച്ചയായിട്ടും പറയാം. അത് കാണുമ്പോൾ തന്നെ ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവും. ഈ ഭാഗമെല്ലാം നമ്മൾ വളരെ ഹൈറ്റ് കൂട്ടിയെടുത്തിട്ടുള്ളതാണ്. കാരണം സൈഡിലെ പാനലിൻ്റെ സഹായത്തോടെ നല്ലൊരു ഹൈറ്റിലാണ് ഇത് വന്നിട്ടുള്ളത്. കാരണം ഇവിടെ ചെളിയും കുളവുമായിട്ടുള്ള പ്ലേസ് ആയിരുന്നു. ചെളി ഏകദേശം 5 മീറ്റർ കോരി മാറ്റിയതിന് ശേഷം അവിടെ നിന്നാണ് ബേസ്മെൻറ്റ് ഇട്ട് ഇത്രത്തോളം ഹൈറ്റിലോട്ട്, അതായത് ജിയോ ക്ലോത്തും ജിയോ ഗ്രിഡിൻ്റെ സഹായത്തോടെ ലെയർ ബൈ ലെയർ ആയിട്ടാണ് നമ്മൾ ഇത്രത്തോളം ഹൈറ്റ് കൂട്ടിയിട്ടുള്ളത്. സൈനിങ് ബോർഡിൽ കാരോട്, ട്രക്ക് ടെർമിനൽ, കോവളം, ഇതെല്ലാം ബോർഡ് ഉൾപ്പെടെ നേരത്തെ തന്നെ, ഇതിപ്പോഴല്ല, നേരത്തെ തന്നെ ഈ വർക്കുകളെല്ലാം പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഫൈനൽ വർക്കുകൾ, വളരെ കുറച്ച് വർക്കുകൾ മാത്രമാണ് ഇനി കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. അത് നമുക്ക് ഏതൊക്കെയാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് എന്ന്, നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളതെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ നോക്കുന്നത്. കോവളം ഭാഗത്തേക്ക് പോകുന്ന സൈനിങ് ബോർഡുകൾ ഇവിടെയുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഏകദേശം 15 ദിവസം, 2 ആഴ്ചയ്ക്ക് മുകളിലായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് തന്നെയാണ് നമുക്ക് ഇവിടെ ഒന്ന് മനസ്സിലാക്കാനായി സാധിക്കും. എന്നാലും നമുക്ക് ഓരോ വീഡിയോയും ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നതിനാൽ നമുക്ക് തീർച്ചയായിട്ടും അത് മനസ്സിലാക്കാനായി സാധിക്കും. ഇത് നമ്മുടെ പോർട്ടിൽ നിന്ന് വരുമ്പോൾ രണ്ടാമത്തെ ബ്രിഡ്ജും NH നിന്ന് വരുമ്പോൾ ആദ്യ ബ്രിഡ്ജുമാണ്. NH-66 നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാനായി സാധിക്കും. ധാരാളം വാഹനങ്ങളാണ് അതിലൂടെ കടന്നു പോകുന്നത്. ഇപ്പോൾ ഡ്രെയിനേജ് സിസ്റ്റത്തിൻ്റെ വർക്കുകളെല്ലാം അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ നേരത്തെ തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കണക്ഷൻ്റെ മാത്രം വർക്കുകൾ മാത്രമേ ഉള്ളൂ. ഇവിടെയും ഈ പറയുന്ന ഡബ്ല്യു സ്റ്റീൽ ക്രാഷ് ബാറിൻ്റെ വർക്കുകൾ പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കണ്ടോ, ഈ ഭാഗത്തെല്ലാം വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുമ്പോൾ ഈ വർക്കുകളെല്ലാം ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി വർക്കുകളൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ ഇല്ല. വളരെ കുറച്ച് വർക്കുകൾ മാത്രമായിരിക്കും ഇനി ഉള്ളത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും അത് നമ്മുടെ ഈ പറയുന്ന ഗേറ്റ് വേ കാർഗോ ഓപ്പൺ ആവുന്നതിൻ്റെ ഡേറ്റ് ആകുമ്പോൾ തന്നെ അത് ക്ലിയർ ആക്കാൻ സാധിക്കും. ഇതാണ് നമ്മുടെ NH-66 അണ്ടർപാസ് ഉൾപ്പെടെയുള്ള നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് നമ്മൾ വന്ന വഴി. ഇവിടെയെല്ലാം നേരത്തെ തന്നെ ഈ പറയുന്ന ലൈറ്റിൻ്റെ വർക്കുകളെല്ലാം കഴിഞ്ഞിരിക്കുന്നു. റോഡ് ലൈറ്റിൻ്റെ വർക്കുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ലൈറ്റുകളെല്ലാം കാണാൻ സാധിക്കും. അതുമാത്രമല്ല, ഇതാണ് നമ്മുടെ അണ്ടർപാസ് ഉൾപ്പെടെയുള്ള NH-66 വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഈ ജംഗ്ഷൻ പോലത്തെ പോർഷനാണ്. ഇവിടെ സിഗ്നൽ ലൈറ്റ് ഉൾപ്പെടെ തീർച്ചയായിട്ടും വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ലൈനും സിഗ്നൽ ലൈറ്റും വരും. കാരണം ഈ ഭാഗത്തു നിന്നാണ് ട്രെയിലർ ലോറികൾ പോർട്ടിനകത്തോട്ട് പ്രവേശിക്കുന്നതും പോർട്ടിന് പുറത്തേക്ക് ഡൈവേർട്ട് ചെയ്ത് പോകുന്നതും പോർഷനാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്ക് ആദ്യമായിട്ട് പോകുന്നത് അണ്ടർപാസ് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുമെങ്കിലും ഈ റോഡിലൂടെ നമ്മൾ പോകുന്നത് തമിഴ്നാട് ഭാഗത്തു നിന്ന് വരുന്ന ട്രെയിലർ ലോറികൾ എങ്ങനെയാണ് പോർട്ടിനകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുക, ഈ ഭാഗത്തിൻ്റെ ഈ വശത്തേക്ക് വരുന്ന റോഡിൻ്റെ വീതി കൂട്ടിയിട്ടുണ്ടോ എന്നൊക്കെയാണ് നോക്കുന്നത്. തീർച്ചയായിട്ടും റോഡിൻ്റെ വീതി കൂട്ടിയിട്ടുണ്ട്, ഡബിൾ ആയിട്ടുണ്ട്. കാരണം സൈഡ് പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നേരത്തെ ഈ വർക്കുകളെല്ലാം നടക്കുന്നുണ്ടായിരുന്നു. അത് നേരത്തെ തന്നെ, അതായത് ഈ നമ്മുടെ 15-20 ദിവസം മുന്നേ തന്നെ ആ വർക്കുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഫിനിഷിംഗ് വർക്കിലേക്കും പോയിട്ടുണ്ട്. അതായത് നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോകാം. കാരണം കണക്ട് ചെയ്ത ഭാഗത്ത് തന്നെ പോകാം. NH-66 ലിങ്ക് ചെയ്യുന്ന പോർഷനിൽ തന്നെ പോകേണ്ടത്. ഇത് നമുക്ക് കാരോട് ഭാഗം അല്ലെങ്കിൽ തമിഴ്നാട് ഭാഗത്ത് നിന്ന് ഒരു ട്രെയിലർ ലോറികൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏതു വഴിയാണ് പോർട്ടിലകത്തേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയുള്ള എൻട്രൻസ് ആണ് നമുക്കിവിടെ കാണാനായി സാധിക്കുന്നത്. ഇത് നേരത്തെ തന്നെ എൻട്രൻസ് ഉണ്ടായിരുന്നു. ഈ എൻട്രൻസിലൂടെയാണ് നമ്മുടെ പോർട്ടിന് സെക്കൻഡ് ഫേസിന് ആവശ്യമായിട്ടുള്ള സ്റ്റോണുമായിട്ട് വന്ന ലോറികൾ ഇതിലൂടെയാണ് ധാരാളം പാസ് ചെയ്തുകൊണ്ട് പോകുന്നത്. ഞാൻ പലപ്പോഴായിട്ട് വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഓരോ എൻട്രൻസ് പോയിൻറ്റുമാണ് നമ്മളിന് വ്യക്തമായിട്ട് നോക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയാണ് ഇത് കാണിക്കുന്നത്. വളരെ വിശാലമായ എൻട്രൻസ് പോർഷനാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഈസി ആയിട്ട് ട്രെയിലർ ലോറികൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ പോർട്ടിനകത്തോട്ട് പ്രവേശിക്കാനായി സാധിക്കും. ഇതൊരു താൽക്കാലിക റോഡാണ്. എന്നിട്ടും വളരെ പെർഫെക്റ്റായിട്ട് തന്നെ കയറാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു വലിയൊരു ഓപ്പണിംഗ് ആണ് ഇവിടെ ഉള്ളത്. നമുക്കത് ഒറ്റ നോട്ടത്തിൽ കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഇതേപോലെ, അതായത് ഒരു ട്രെയിലർ ലോറി വന്നാൽ പോർട്ടിനകത്തോട്ട് എങ്ങനെയാണ് പ്രവേശിക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ താഴേക്ക് പോകുന്നത്. നമുക്ക് താഴേക്ക് പോകുമ്പോൾ മനസ്സിലാകാൻ സാധിക്കും. തീർച്ചയായിട്ടും നല്ലൊരു വീതിയുള്ള റോഡ് തന്നെയാണ്. പക്ഷേ എപ്പോഴും ഞാൻ പറയുന്നു, ഇതൊരു താൽക്കാലിക റോഡാണ്, ടെമ്പററി റോഡ് തന്നെയാണ്. പെർമനൻറ്റ് ക്ലോവർ ലീഫ് ഉൾപ്പെടെയുള്ള സിസ്റ്റം വരും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെ വന്നാലേ മതിയാവും. കാരണം ഗ്ലോബൽ ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബുമായ നമ്മുടെ പോർട്ടിൽ നിന്നും ലോകത്തിൻ്റെ പല ഭാഗത്തേക്കുമാണ് കപ്പലുകൾ വന്നു പോകുന്നത്. അതായത് അത് ഫീഡർ വെസലാവട്ടെ, ലാർജ് വെസൽ ആവട്ടെ, അൾട്രാ ലാർജ് വെസൽ ഉൾപ്പെടെയാണ്
നമ്മുടെ പോർട്ടിൽ ദിനം പ്രതി വന്നു പോകുന്നത്. അതുകൊണ്ട് ധാരാളം ട്രയൽ ലോറികൾ നമ്മുടെ ഭാഗത്തും അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പല ഭാഗത്തും നമ്മുടെ പോർട്ടിലേക്ക് വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിനാൽ ക്ലോവർ ലീഫ് ഉൾപ്പെടെയുള്ള സിസ്റ്റം തന്നെ വരണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അതും തന്നെയാണ് നമ്മുടെ എല്ലാ ആഗ്രഹം. ഇതാണ് നമ്മുടെ പോർട്ടിലേക്ക് പ്രവേശിക്കുന്നത്. അതായത് തമിഴ്നാട് ഭാഗത്തു നിന്നും വാഹനങ്ങൾ വന്ന പോർട്ടിനകത്തേക്ക് പ്രവേശിക്കുന്നത്. ഇപ്പോൾ നമുക്ക് അണ്ടർപാസും കാണാനായി സാധിക്കും. ഇതിലൂടെയാണ് ലോറികൾ കടന്നു പോകുന്നത്. കാരണം സെൻട്രൽ ഒരു സിഗ്നൽ ഒക്കെ തീർച്ചയായിട്ടും വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്കിനി മുന്നോട്ട് പോകാം. ഇനി നമ്മൾ മുന്നോട്ട് പോകുന്ന പോർഷൻ, അതായത് ഇത്രയേറെ വിസ്തൃതയുണ്ട് ഈ ഭാഗത്ത്. തീർച്ചയായിട്ടും ലോറികൾക്ക് പല ഭാഗത്തേക്കും ഡൈവേർട്ട് ചെയ്ത് പോകാൻ സാധിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. നല്ലൊരു സ്പേസ് തന്നെയാണ് ഇവിടെയുള്ളത്. ഇനി നമുക്ക് അണ്ടർപാസിലൂടെ പോകാം. അതായത് പോർട്ടിൽ നിന്നൊരു വാഹനം വന്നാൽ അല്ലെങ്കിൽ ട്രെയിൽ ലോറി വന്നു കഴിഞ്ഞാൽ തമിഴ്നാട് ഭാഗത്തേക്ക് പോകുന്നതിന് തൊട്ടു മുന്നേ നമ്മൾ കണ്ടത് തമിഴ്നാട് ഭാഗത്തു നിന്ന് വരുന്ന ലോറികൾ പോർട്ടിനകത്തോട്ട് എങ്ങനെയാണ് പ്രവേശിക്കുന്നതെങ്കിൽ തമിഴ്നാട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ എങ്ങനെയാണെന്നാണ്. ഇത് അണ്ടർപാസിൻ്റെ ബൈ റോഡാണ്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ ബൈ റോഡിലൂടെ മുകളിലേക്കാണ് പോകേണ്ടത്. നമുക്ക് പോയി നോക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഭാഗത്തും ഒരു ഓപ്പണിങ്ങിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ടായിരുന്നു. ആ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടോ എന്നാണ് നോക്കേണ്ടത്. നമ്മൾ തൊട്ട് മുന്നേ കണ്ട ഓപ്പണിംഗ് വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഉണ്ടായിരുന്നതാണ്. കാരണം അതിലൂടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റോണുകൾ നമ്മുടെ പോർട്ടിൽ എത്തിക്കൊണ്ടിരുന്നത്. ഇനി നമ്മൾ പോകാൻ പോകുന്നത്, ഇനി നമ്മൾ ഈ പറഞ്ഞ ട്രയൽ ലോറികൾ തമിഴ്നാട് ഭാഗത്തേക്ക് പോകുന്നുള്ള ഓപ്പണിങ്ങിൻ്റെ വർക്കുകളാണ് ഇവിടെ നേരത്തെ നടന്നിരുന്നത്. ആ വർക്കുകൾ എത്ര ശതമാനം കംപ്ലീറ്റ് ആയി നമുക്ക് നോക്കാം. ഈ ഭാഗത്ത് വർക്കുകൾ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏകദേശം 80-90% മുകളിൽ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വളരെ കുറച്ച് വർക്കുകൾ, വളരെ കുറച്ചെന്ന് പറഞ്ഞാൽ ഡേറ്റ് ആയിക്കഴിഞ്ഞാൽ അതിനുശേഷം കംപ്ലീറ്റ് ചെയ്യേണ്ട വർക്കുകൾ മാത്രമേ ഉള്ളൂ എന്നാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാനായി സാധിക്കുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിലവിലുള്ള ഒരു ട്രെയിനേജ് സിസ്റ്റം ഉണ്ടായിരുന്നു. അത് പൂർണ്ണമായിട്ടും ബ്രേക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഫൗണ്ടേഷൻ ഉൾപ്പെടെ മാറ്റിയതിന് ശേഷം അതിൻ്റെ മുകളിൽ സ്ലാബ് ഉൾപ്പെടെയുള്ള ട്രെയിനേജ് സിസ്റ്റം ഉൾപ്പെടെയുള്ള വർക്കുകൾ അതിനനുസരിച്ച്, അതായത് ട്രെയിലർ ലോറി കടന്നു പോയാലും വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതിന് വേണ്ടിയുള്ള സിസ്റ്റമാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. പൂർണ്ണമായിട്ടും അത് ബ്രേക്ക് ചെയ്ത് കളഞ്ഞതിന് ശേഷമുള്ള വർക്കുകളാണ് ഇവിടെ നടന്നു കഴിഞ്ഞിട്ടുള്ളത്. അത് നമുക്ക് സ്ലാബിൻ്റെ ഈ തിക്നെസ് എല്ലാം കണ്ടാൽ തീർച്ചയായിട്ടും മനസ്സിലാകാൻ സാധിക്കും. വലിയൊരു ഓപ്പണിംഗ് ആണുള്ളത്. കാരണം അനായാസന ട്രെയിലർ ലോറികൾക്ക് തിരിഞ്ഞു പോകാൻ NHലേക്ക് പ്രവേശിക്കാൻ ഈസിയായിട്ട് സഹായിക്കുന്ന രീതിയിലാണ് ഇതുള്ളത്. ഇപ്പോൾ നമുക്ക് കന്യാകുമാരി, നാഗർകോവിൽ, കാരോട് ഈ തമിഴ്നാട് ബോർഡറാണ്. അതായത് കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് കേരള ബോർഡറാണ് കാരോട്. 20 കിലോമീറ്ററാണുള്ളത്. കാരോട് കഴിഞ്ഞാൽ ഇനി അടുത്ത് തമിഴ്നാടാണ്. അതായത് കാരോട് കന്യാകുമാരിയുടെ വർക്കും തീർച്ചയായിട്ടും വളരെ ഫാസ്റ്റായിട്ടാണ് നടക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് ഈസിയായിട്ട് നമുക്ക് തമിഴ്നാട്ടിലേക്ക് വരും മാസങ്ങളിൽ പ്രവേശിക്കാനായി സാധിക്കുമായിരിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഈ ഭാഗത്തിൻ്റെ വർക്കുകളെല്ലാം പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു സ്ലോപ്പിൻ്റെ ആവശ്യമേ ഇനി സൈഡിലുള്ളൂ ട്രെയിലുള്ളവർക്ക് പാസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ള സ്ലാബിൻ്റെ വർക്കുകളെല്ലാം പൂർണ്ണമായിട്ട് കഴിഞ്ഞതായിട്ട് നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാനായി സാധിക്കുന്നുണ്ടാവും. ഈ ഭാഗത്തെല്ലാം വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മുടെ NHൻ്റെ പ്രൊട്ടക്ഷൻ വാൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ സേഫ്റ്റി, ഈ പറയുന്ന WC സ്റ്റീൽ ബാർ പൂർണ്ണമായിട്ടും ഒന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മാറ്റിയാൽ അത് ഒറ്റ ദിവസം കൊണ്ട് മാറ്റാൻ സാധിക്കും. അത് മാറ്റിയാൽ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ എൻട്രൻസ് ഓപ്പൺ ആകും. ഇതിലൂടെ പോർട്ടിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്ന വിധത്തിൽ വളരെ വലിയൊരു വൈഡ് ഓപ്പണിംഗ് ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ 2 റോഡുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഒന്ന് പോർട്ടിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുന്നതും ഇനി അടുത്ത് തമിഴ്നാട്ടിൽ നിന്നും പോർട്ടിലേക്ക് പ്രവേശിക്കുന്ന റോഡും അത് കഴിഞ്ഞ് പോർട്ടിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് പോകുന്ന റോഡും 2 റോഡ് നമ്മൾ വളരെ വ്യക്തമായിട്ട് കണ്ടു കഴിഞ്ഞു. ഓപ്പണിംഗ് കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ഓപ്പണിംഗ്, ഇനി ട്രിവാൻഡ്രം ഭാഗത്തേക്ക് പോകുന്ന ഓപ്പണിംഗ് ആണ് നമ്മൾ ഇനി നോക്കേണ്ടത്. നമുക്കിതിലൂടെ താഴോട്ട് പോകാം. ഇവിടെ ഓൾറെഡി നമുക്ക് റോഡിൻ്റെ വീതി ഉണ്ട്. നേരത്തെയുള്ള ബൈ റോഡിൻ്റെ വീതി ഉണ്ട്. ഇനി വീതി കൂട്ടുമോ എന്നറിയില്ല. കാരണം താൽക്കാലിക റോഡായതിനാൽ പുതിയ കണക്ഷൻസ് ഉൾപ്പെടെ 2028 കംപ്ലീറ്റ് ആകും അല്ലെങ്കിൽ വരും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അതിനാൽ ഇതൊരു താൽക്കാലിക റോഡായതുകൊണ്ട് ഈ റോഡിലൂടെ തീർച്ചയായിട്ടും വാഹനങ്ങൾക്ക് കടന്നു പോകാൻ അല്ലെങ്കിൽ ട്രെയിലർ ലോറികൾക്ക് കടന്നു പോകാൻ സാധിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇതാണ് നമ്മുടെ അണ്ടർപാസിലൂടെ തീർച്ചയായിട്ടും ലോറികൾക്ക് കടന്നു പോകാനായി സാധിക്കും എന്ന് നമുക്ക് ഒറ്റ നോട്ടിൽ മനസ്സിലാക്കാൻ സാധിക്കും. അത് 40 ഫീറ്റ് ആയാലും 20 ഫീറ്റ് ആയാലും തീർച്ചയായിട്ടും കടന്നു പോകാനായി സാധിക്കും. ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ടത് ട്രിവാൻഡ്രം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളാണ്. ഇനി നമുക്ക് ആ ഭാഗത്തേക്കുള്ള ആ വർക്കുകൾ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം ആ വർക്കിൻ്റെ സ്റ്റാറ്റസാണ് പലപ്പോഴും നമ്മൾ നോക്കിയിരുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ, അല്ലെങ്കിൽ പോർട്ടിൻ്റെ പല ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ ഡൈവേർട്ട് ചെയ്ത് പോകുന്നത്. അണ്ടർപാസ് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ആ ഭാഗത്തേക്ക് വാഹനങ്ങൾ പോകില്ല. കാരണം അവിടെ റോഡിൻ്റെ വർക്കുകൾ നേരത്തെ നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. കാരണം സൈഡ് വാളിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു.
നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം, സൈഡ് വാള് ൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയാൽ മാത്രമേ നമുക്ക് വാഹനങ്ങൾ അവിടെ ആ ഭാഗത്തൂടി കടന്നു പോകാനായി സാധിക്കുകയുള്ളൂ. ആ വർക്കുകളെല്ലാം നേരത്തെ എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് വർക്കുകളാണ് അവിടെ നടക്കാനുള്ളത്. ആ വർക്കുകളെല്ലാം നടക്കുന്നുണ്ടായിരുന്നു. കംപ്ലീറ്റ് ആയിട്ടുണ്ടോ എന്നറിയില്ല. നമുക്ക് പൂർണ്ണമായി പോയി നോക്കാം. ഈ ഭാഗത്തെല്ലാം ഈ പറയുന്ന ലെയർ ബൈ ലെയറായിട്ട് ഹൈറ്റ് കൂട്ടിയ പ്ലേസാണ്. നമ്മൾ ഈ ഹൈറ്റ് കൂട്ടുന്ന സമയത്തെല്ലാം നമ്മളിവിടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ടല്ല, പ്രീവിയസ് വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ റോഡിൻ്റെ ഹൈറ്റ് എങ്ങനെയാണ് കൂടിയത്, എങ്ങനെയാണ് ഇവിടെ ഒരു കയറ്റം ഉണ്ടായിരുന്നൊക്കെ മനസ്സിലാകും. സൈഡിലൂടെയുള്ള ട്രെയിനേജ് സിസ്റ്റം ഒക്കെ നേരത്തെ തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നല്ല മഴയാണ്. ആ മഴ സമയത്തും ട്രെയിനേജ് സിസ്റ്റം പൂർണ്ണമായിട്ടും വളരെ വ്യക്തമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം വ്യക്തമായിട്ടെന്ന് പറയാൻ കാരണം ഇവിടെ എല്ലാം ചെളിയും കുളമായതിനാൽ വെള്ളക്കെട്ടുണ്ടാവേണ്ട സാധ്യത വളരെ കൂടുതലാണ്. അത് മുൻക് അറിഞ്ഞു തന്നെയാണ് ഈ ട്രെയിനേജ് സിസ്റ്റത്തിൻ്റെ വർക്കുകൾ നേരത്തെ തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അതിനാൽ ആ ഒരു പ്രശ്നം ഇവിടെ വരുന്നില്ല. ഇതിൻ്റെ ഹൈറ്റ് പൂർണ്ണമായിട്ട് കൂട്ടിയിരിക്കുന്നു. കാരണം ഇതൊരു വല്ലാത്തൊരു സ്ലോപ്പായിരുന്നു. ലോറികൾ കടന്നു പോകാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ തീർച്ചയായിട്ടും കടന്നു പോകാൻ സാധിക്കും. ഈ ഡിവൈഡർ പോർഷൻ്റെ ഈ പോർഷൻ നമ്മളീ കാണുന്നത് ഒരു ലൈറ്റാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്, റോഡിൽ ലൈറ്റ്. അതുമാത്രമല്ല ഈ രണ്ട് റോഡുകളും തമ്മിൽ ഡിവൈഡ് ചെയ്യുന്ന പോർഷൻ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. വളരെ വലിയ സ്ട്രോങ് ആണ്. കാരണം പൂർണ്ണമായിട്ടും കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതിനാൽ ആ നല്ലൊരു ഹൈറ്റും ഉണ്ട് ഇവിടെ. അതും നമുക്ക് കാണാൻ സാധിക്കും. ഏകദേശം 5.5 മീറ്ററാണ് രണ്ട് റോഡും ഉള്ളത്. രണ്ട് റോഡെന്ന് പറയുമ്പോൾ നിലവിൽ ഇതിലൊരു ബൈ റോഡുണ്ട്. ആ ബൈ റോഡാണ് തൊട്ടപ്പുറത്ത് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ റോഡ്, ഞാൻ പോകുന്ന റോഡ്, പോർട്ടിൽ നേരെ കണ്ടെയ്നർ ലോറികൾ വന്ന് NH പ്രവേശിക്കുന്നതിന് വേണ്ടിയാണ്. കാരണം രണ്ട് റോഡും കൂടി ആയിക്കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഈ കാണുന്ന ബൈ റോഡും ഈ NH റോഡും ഒന്നായിട്ട് നമ്മൾ അല്ലെങ്കിൽ പോയി കഴിഞ്ഞാൽ ട്രെയിലർ ലോറികൾക്ക് ചിലപ്പോൾ ട്രാഫിക് വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. രണ്ട് വശത്തു നിന്നും നമ്മുടെ വണ്ടിയും ഈ പോർട്ടിലെ വണ്ടിയും വന്നു കഴിഞ്ഞാൽ ട്രാഫിക് സിഗ്നൽ അല്ലെങ്കിൽ ട്രാഫിക് വരാൻ ചാൻസ് വളരെ കൂടുതലായതിനാൽ രണ്ടും ഡിവൈഡ് ചെയ്തിട്ടാണ് പോകുന്നത്. അതായത് പോർട്ടിലെ വണ്ടികൾ സുഗമമായിട്ട് NH തീർച്ചയായിട്ടും പ്രവേശിക്കാൻ സാധിക്കും. അതിനുവേണ്ടിയുള്ള എല്ലാ വർക്കിംഗ് സിസ്റ്റവും ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ വളരെ മനോഹരം തന്നെ എന്ന് പറയാം, അല്ലെങ്കിൽ വളരെ അതിശയിപ്പിക്കുന്ന രീതിയിൽ നമുക്ക് പറയാം. കാരണം മുന്നിൽ കാണുന്ന ആ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കണ്ട, പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വന്ന വഴി നമുക്കൊന്നുകൂടി നോക്കാമുണ്ടോ, നല്ലൊരു ഹൈറ്റുള്ള പ്ലേസ് ഇപ്പോൾ നല്ലൊരു സ്ലോപ്പിലേക്ക് മാറിയിരിക്കുന്നു. ആ ഹൈറ്റ് പൂർണ്ണമായിട്ട് മാറിയിരിക്കുന്നു. ഈസി ആയിട്ട് ട്രെയിൻ ലോറികൾ പ്രവേശിക്കാനായി സാധിക്കും. അതുമാത്രമല്ല സൈഡ് വാളിൻ്റെ വർക്കുകൾ നേരത്തെ നടക്കുന്നുണ്ടായിരുന്ന ആ വർക്കുകളെല്ലാം പൂർണ്ണമായിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, വളരെ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് ഇവിടെ നോക്കിയാൽ ഒറ്റ നോട്ടത്തിൽ വളരെ വ്യക്തമായിട്ട് കാണാനായി സാധിക്കും. പൂർണ്ണമായിട്ട് സൈഡ് വാളിൻ്റെ വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നു. അതിനർത്ഥം തീർച്ചയായിട്ടും ഗേറ്റ് വേ കാർഗോ എപ്പോൾ വേണമെങ്കിലും ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന വിധത്തിലാണ് ഈ വർക്കുകളെല്ലാം കഴിഞ്ഞിട്ടുള്ളത്. ഈസി ആയിട്ട് ലോറികൾക്ക് പ്രവേശിക്കാനായി സാധിക്കും. ഇത്രത്തോളം ഹൈറ്റ് വേണം. കാരണം അത്രത്തോളം ഹൈറ്റ് നേരത്തെ ഈ ഭാഗത്തെല്ലാം ഉണ്ടായിരുന്നു. കാരണം നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഇത് പറയുന്ന സൈഡ് വാൾ നമുക്കിവിടെ പ്രൊട്ടക്ഷൻ വാൾ അല്ലെങ്കിൽ സൈഡ് വാൾ നമുക്ക് കാണാൻ സാധിക്കും. അതിനോട് ചേർന്നിട്ടുണ്ട്. ഹൈറ്റ് ഉണ്ടോ, ഇത്രത്തോളം ഹൈറ്റ് ഉണ്ട്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ആ മണ്ണിടിഞ്ഞ് വീഴാൻ സാധ്യത വളരെ കൂടുതലായതുകൊണ്ടാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അതുമാത്രമല്ല നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഇവിടെ പാസ് ചെയ്യേണ്ട, അതായത് ട്രെയിനിലുള്ളവർക്ക് പാസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നേരത്തെ ഉണ്ടായിരുന്ന ട്രെയിനേജ് സിസ്റ്റം പൂർണ്ണമായിട്ടും ബ്രേക്ക് ചെയ്തതിന് ശേഷമാണ്, ഫൗണ്ടേഷൻ ഉൾപ്പെടെ പൂർണ്ണമായിട്ടും മാറ്റിയതിന് ശേഷമാണ് നമുക്ക് ഈ പറയുന്ന തിക്നെസ് കൂടിയ സ്ലാബ് ഉൾപ്പെടെയുള്ള ട്രെയിനേജ് സിസ്റ്റം ഉൾപ്പെടെയുള്ള വർക്കുകൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണാനായി സാധിക്കും. ധാരാളം വാഹനങ്ങളാണ് NH പ്രവേശിക്കുന്നത്. നമുക്ക് കാണാൻ സാധിക്കും. ഇതിലൂടെയാണ് നമ്മുടെ പോർട്ടിൽ നിന്നും ട്രിവാൻഡ്രം ഭാഗത്തേക്ക് പോകുന്ന ട്രെയിലർ ലോറികൾ വരുന്നത്, അല്ലെങ്കിൽ ട്രിവാൻഡ്രം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഇതുവഴിയാണ് പോകേണ്ടത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രെയിനേജ് സിസ്റ്റം അതുപോലെ നിലനിർത്തി തന്നെ അതിൻ്റെ ഫൗണ്ടേഷൻ ഉൾപ്പെടെ പൂർണ്ണമായിട്ടും റീക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും മാറ്റിയാണ് ഈ വിധത്തിൽ, അതായത് കണ്ടെയ്നർ ലോറി കടന്നു പോകുന്നതിനാവശ്യമായിട്ടുള്ള സ്റ്റേബിളായിട്ട് നിൽക്കാൻ വേണ്ടിയുള്ള വർക്കുകളെല്ലാം ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് ഈ ഒറ്റ നോട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടുത്തെ വർക്കുകളെല്ലാം തന്നെ പൂർണ്ണമായിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഗേറ്റ് വേ കാർഗോ എപ്പോൾ വേണമെങ്കിലും ഓപ്പൺ ചെയ്യാൻ വിധത്തിലാണ് എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി വർക്കുകളൊന്നും കംപ്ലീറ്റ് ചെയ്യാനില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് വളരെ കുറച്ച് വർക്കുകൾ, എന്തെങ്കിലും ചെറിയൊരു വർക്കുകൾ എന്ന് വേണമെങ്കിൽ പറയാം. അത് ഈ പറയുന്ന ഗേറ്റ് വേ കാർഗോയുടെ ഓപ്പൺ ഡേറ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് കംപ്ലീറ്റ് ചെയ്യേണ്ട വർക്കുകൾ മാത്രമേ, വളരെ കുറച്ചെന്ന് പറയാനില്ല. നമുക്ക് വീഡിയോയിൽ തന്നെ നമുക്ക് കാണുമ്പോൾ പൂർണ്ണമായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് എല്ലാ വശത്തെ റോഡുകൾ ഓപ്പൺ ആക്കിയിരിക്കുന്നു. ഇനി ഒരു സംശയമുള്ളത്, ട്രിവാൻഡ്രം ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ പോർട്ടിനകത്തോട്ട് പ്രവേശിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കും. ഞാൻ നേരത്തെ ഉള്ള പ്ലാൻ അനുസരിച്ച് എനിക്ക് അറിയാൻ സാധിച്ചത് കാഞ്ഞിരംകുളം ഭാഗത്തു നിന്ന് തിരിഞ്ഞ് U-turn എടുത്ത് തൊട്ട് മുന്നേ നമ്മൾ കണ്ട ഈ പറയുന്ന തമിഴ്നാട് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ കടന്നു പോകുന്ന അതിലൂടെ തിരിച്ചു പോകും, പോർട്ടിനകത്തോട്ട് പ്രവേശിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പുതിയ ട്രാഫിക് സിസ്റ്റം നമുക്കറിയില്ല. വരുമ്പോൾ തീർച്ചയായിട്ടും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ പോർട്ട് മുതൽ NH66 വരെ ലിങ്ക് ചെയ്യുന്ന 1700 മീറ്റർ ലിങ്ക് റോഡിൻ്റെ ഡീറ്റെയിൽ അപ്ഡേഷനാണ് നമ്മളിപ്പോൾ
കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ പോർട്ടുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ വീഡിയോയും ആദ്യം തന്നെ ട്രിവാൻഡ്രം തമ്പാൻ വ്ളോഗ്സ് എന്ന ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്. ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗ്ലോബൽ ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബായ വിഴിഞ്ഞം ഇന്റർനാഷണൽ ട്രാൻസ്ഷിപ്മെന്റ് സീപോർട്ടുമായി കണക്ട് ചെയ്യുന്ന നാഷണൽ ഹൈവേ 66 ആണ്. അതുപോലെ തന്നെ പ്രാധാന്യമുള്ളത് തന്നെയാണ് കേരള തമിഴ്നാട് കണക്ട് ചെയ്യുന്ന നാഷണൽ ഹൈവേ നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നത്. ആ നാഷണൽ ഹൈവേയുടെ ഫ്രണ്ടേജോട് കൂടി വലിയൊരു കൊമേഴ്ഷ്യൽ സ്പേസ് ആണ് നമുക്കിവിടെ കാണാനായി സാധിക്കുന്നത്. ഏകദേശം 5500 സ്ക്വയർ ഫീറ്റ് ആണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന കൊമേഴ്ഷ്യൽ സ്പേസിൽ വേക്കന്റ് ആയിട്ടുള്ളത്. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തു നിന്നും ഏകദേശം 10 കിലോമീറ്റർ സറൗണ്ടിങ് ഏരിയയാണ് നമ്മൾ ഈ കാണുന്ന വലിയ കൊമേഴ്ഷ്യൽ സ്പേസ് വേക്കന്റ് ആയിട്ടുള്ളത്. ഗ്രൗണ്ട് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, ഈ 3 നിലകളിലായിട്ടാണ് ഏകദേശം 5500 സ്ക്വയർ ഫീറ്റ് ആണ് നിലവിൽ ഈ കൊമേഴ്ഷ്യൽ സ്പേസിൽ വേക്കന്റ് ആയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ്. ഈ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ ഏകദേശം 1500 സ്ക്വയർ ഫീറ്റ് ആണ് നിലവിലുള്ളത്. എല്ലാ ഫെസിലിറ്റീസ് ഉൾപ്പെടെ നമുക്ക് കാണാനായി സാധിക്കും. അത് മാത്രമല്ല, നമ്മുടെ വിഴിഞ്ഞം ഇന്റർനാഷണൽ ട്രാൻസ്ഷിപ്മെന്റ് സീപോർട്ടിന്റെ 10 കിലോമീറ്റർ സറൗണ്ടിങ് ഏരിയ ആയതിനാൽ പോർട്ടുമായിട്ട് റിലേറ്റ് ചെയ്ത ഓഫീസ് സ്പേസ്, പോർട്ടുമായിട്ട് റിലേറ്റ് ചെയ്ത ബിസിനസിന് ആവശ്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ കൊമേഴ്ഷ്യൽ സ്പേസ് പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന നല്ലൊരു സ്പേസ് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം NH66 ഫ്രണ്ടേജ് കൂടിയ വളരെ ചുരുക്കം കൊമേഴ്ഷ്യൽ സ്പേസിൽ ഒന്നാണ് നമുക്കിവിടെ കാണാനായി സാധിക്കുന്നത്. തൊട്ടു പിന്നെ നമ്മൾ കണ്ടത് ഫസ്റ്റ് ഫ്ലോർ ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് സെക്കൻഡ് ഫ്ലോർ ആണ്. ഫസ്റ്റ് ഫ്ലോറിൽ ഏകദേശം 1500 സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ സെക്കൻഡ് ഫ്ലോറിൽ ഏകദേശം 3000 സ്ക്വയർ ഫീറ്റ് ആണ് വേക്കന്റ് ആയിട്ട് വരുന്നത്. നമ്മുടെ വിഴിഞ്ഞം ഇന്റർനാഷണൽ ട്രാൻസ്ഷിപ്മെന്റ് സീപോർട്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബിസിനസിന് അനുയോജ്യമായ കൊമേഴ്ഷ്യൽ സ്പേസ് ഏരിയയാണ് നമുക്കിവിടെ കാണാനായി സാധിക്കുന്നത്. കാരണം നമ്മുടെ കൊമേഴ്ഷ്യൽ സ്പേസിന്റെ ഫ്രണ്ടേജ് എന്ന് പറയുന്നത് നമ്മുടെ പോർട്ടുമായിട്ട് കണക്ട് ചെയ്ത NH66 ആണ് മുന്നിലുള്ളത്. നമ്മൾ ഈ കണ്ട കൊമേഴ്ഷ്യൽ സ്പേസിന്റെ കൂടുതൽ ഡീറ്റെയിൽഡായി ഓണറുമായി നേരിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു.